വളരെ ചെറുപ്പത്തിൽ അൻസിബയ്ക്ക് സിനിമയോടൊരു കമ്പുണ്ടായിരുന്നു. എനിക്കൊന്ന് അൻസിബേനെ ഈ വഴിയിലേക്ക് നയിച്ചത് വേറെ ആരുമില്ല, ഉമ്മയായിരുന്നു. അത് മാത്രമല്ല, വേറെ ഈ സിനിമയിലെ പല താരങ്ങളും അൻസിബയുടെ നായകരായിട്ടുണ്ട്, അനുകരിക്കുന്നു, സുഹാസിനിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? അപ്പോൾ മൈക്കെടുത്ത് സുഹാസിനിയെ ഒന്ന് അനുകരിച്ച് ഒരു മിനിറ്റ് നോക്കട്ടെ. അയ്യോ അങ്ങനെ പറയരുത്, സുഹാസിനി മാമിനൊക്കെ അനുകരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അൻസിബ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. ഞാനിപ്പോഴാണ് അറിയുന്നത്, ഒന്നും പൂരിപ്പിക്കണ്ടേ? ഇല്ല സാർ, അത് ഞാൻ എല്ലാ മൂവീസും കാണുമ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് തന്നെ അറിയാതെ ചെയ്തു പോകുന്നത്, അവർ ചെയ്യുന്ന റിയാക്ഷനൊക്കെ ഞാനും ഇരുന്ന് ചെയ്യും. അപ്പൊ എന്റെ അനിയത്തിയും അനിയനൊക്കെ ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും, അപ്പൊ അവരെന്നെ ഇങ്ങനെ നോക്കും. ഇത് മനസ്സിലാകുമ്പോൾ ഞാൻ അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാനത് വളരെ വളരെ കുറച്ചു. അപ്പൊ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാം എല്ലാരും കൂടി. ഓക്കെ, അമ്മ എനിക്ക് ഉങ്ങളെ ரொம்ப பிடிச்சிருக்கும் അമ്മ. അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് മട്ടും ഗോപുരങ്ങൾ സായതിക എന്ന് പറഞ്ഞ മൂവിയിലെ സുഹാസിനി മാം ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ സാർ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഈ മുടി ഇങ്ങനെ പിന്നി കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഇങ്ങനെ വളച്ച് വെച്ചൊരു ക്യാരക്ടർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ ഇപ്പൊ കൊണ്ടുവരണം, വരട്ടെ ഒരാള്. അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാനിപ്പം പറയാം. മോൾ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഞാനും മോളും കൂടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് മോള് ചോളിയൊക്കെ ഇട്ട് വലിയ കുട്ടിയായിട്ടായിരുന്നു പോയത്. അവിടെ എത്തിയപ്പോൾ ഒരു പ്രപ്പോസൽ വന്ന്, സൂര്യനെ പോലത്തെ ഒരു ചെക്കൻ, നിങ്ങളെ മോന് കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരാൾ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോള് വളരെ ചെറിയ കുട്ടിയാണ്, 8ാം ക്ലാസ് പഠിക്കുകയാണ്, മോള് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷമേ കല്യാണമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരെ കണ്ടില്ല. ഇപ്പുറത്ത് നോക്കിയപ്പോൾ അനുമോളുണ്ട് ഇരുന്ന് കരയാണ്. അന്നിൻ്റെ മോളോട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, മോൾ എന്തിനാന്ന് കരഞ്ഞത്? അത് മോള് പറയോ? ഇപ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളാണ് ഉമ്മ പുറത്തേക്ക് വിടുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷമുള്ളത്, ഉമ്മക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര നാണമാണ്. ഇത് എങ്ങനെ എടുത്തു എന്നാണ് എനിക്ക് അത്ഭുതം. ഈ മോളുടെ ഉമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും തിരിച്ചു പറഞ്ഞതായിരിക്കും. അത് ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ അപ്പോഴാണ് കേൾക്കണത് ഈ വെഡ്ഡിങ് ചോളി എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് വലിയ എന്തോ സംഭവമാണെന്ന്. അപ്പോൾ ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അടുത്ത വീട്ടിലെ ഇത്താൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്താൻ്റെ കല്യാണത്തിന് എനിക്ക് എന്തായാലും വെഡ്ഡിങ് ചോളി വേണം. അങ്ങനെ വെഡ്ഡിങ് ചോളി വാങ്ങി തന്നു. ഇതൊക്കെ ഇട്ട് ഞാൻ വലിയ കട്ടപ്പുറത്തൊക്കെ കയറി നിന്നപ്പോൾ വലിയ പെണ്ണാന്ന് എല്ലാവരും വിചാരിച്ച്. അപ്പോൾ ഞാൻ കല്യാണത്തിന് ഞങ്ങൾ തേടി പോവാന്ന് പറയും, ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണേന്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ രാവിലെ മുതലേ ഒരു പയ്യൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ നോക്കണമെന്ന്. അപ്പോൾ ഈ കല്യാണ പെൺകുട്ടീൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ഇത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പയ്യൻ നിന്നെ തന്നെ നോക്കണുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാൻ സൂര്യനെ പോലെ തന്നെ ഉണ്ട് അയാളെ കാണാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പയ്യൻ്റെ ഉമ്മ ഉപ്പ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളടുത്ത് വന്നു. എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ മോളെ കല്യാണം കഴിച്ച് തരുമോ, എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് 2 ലഡു കൂട്ടി. അയ്യോ കല്യാണം, അപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായമായി എനിക്ക്, ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇല്ല അവള് ചെറിയ കുട്ടിയാണ്, ഇതൊക്കെ ഇട്ടിട്ട് വലിയ പെണ്ണായിട്ട് തോന്നുന്നു. അപ്പൊ 2 ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ ഈ പയ്യൻ എന്നെ ഒന്നുകൂടെ നോക്കി. പിന്നെ തിരിഞ്ഞു നോക്കാണ്ട് പോയി. പിന്നെ വഴി കണ്ടിട്ടില്ല, പിന്നെ അവനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഷോയിൽ വെച്ച് ഒരു പക്ഷേ അവൻ അയ്യോ വീണ്ടും അപ്രോച്ച് ചെയ്തേക്കാം വേണമെങ്കിൽ. അല്ല, അപ്പൊ ഞാനന്ന് കരഞ്ഞു എന്താ വെച്ചാൽ ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ പക്ഷെ ആ ചെക്കനെ കാണാൻ സൂര്യനെ പോലെ ഉണ്ടായിരുന്നു കരഞ്ഞത്. റോഷൻ നമ്മളെപ്പോലും ആൾക്കാർ ഒന്നും അൻസിബയ്ക്ക് പിടിക്കില്ല. അതായത് സൂര്യ, രൺബീർ കപൂർ അങ്ങനെയൊക്കെയുള്ള പല പല വേറെ തരത്തിലുള്ള ആൾക്കാർ, സൂപ്പർ സ്റ്റാറുകളെ മാത്രം. അതെന്താ രൺബീർ കപൂർ? അത് ഞാൻ അതിലേക്ക് വരാം.